നമസ്കാരം. കേരളത്തിന്റെ തനത് പാരമ്പര്യത്തിൽ നമ്മുടെ മുറ്റത്തും പറമ്പിലും വളരുന്ന ചെടികൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രോഗങ്ങളെ അകറ്റി നിർത്താനും ചെറിയ അസുഖങ്ങൾക്ക് ഉടനടി ആശ്വാസം നൽകാനും ഈ സസ്യങ്ങൾ നമുക്ക് സഹായകരമാണ്. ഈ പരമ്പരാഗത രീതികളെയാണ് നമ്മൾ ഒറ്റമൂലികൾ എന്ന് വിളിക്കുന്നത്. ഒറ്റയടിക്ക് ഫലം നൽകുന്ന ലളിതവും പ്രകൃതിദത്തവുമായ പ്രതിവിധികൾ. നമ്മുടെ പരിസരത്ത് എളുപ്പത്തിൽ കിട്ടുന്ന ചില പ്രധാന സസ്യങ്ങളെ പരിചയപ്പെടാം. അവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവ ഉപയോഗിച്ച് ഫലപ്രദമായ ഒറ്റമൂലികൾ ഉണ്ടാക്കേണ്ടതെന്നും നോക്കാം. ആദ്യം നമുക്ക് തുളസിയെപ്പറ്റി നോക്കാം. ആയുർവേദത്തിൽ തുളസിക്ക് വലിയ സ്ഥാനമാണുള്ളത്. തുളസി ഒരു മികച്ച രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സസ്യമാണ്. ഇതിന് ആന്റി മൈക്രോബയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. പ്രധാനമായും ചുമ, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്ക് തുളസി ഉപയോഗിക്കുന്നു. ചുമയ്ക്കും ജലദോഷത്തിനും 10 തുളസി ഇലകൾ എടുത്ത് നന്നായി കഴുകുക. ഇത് ഒരു ചെറിയ കഷ്ണം ചുക്ക് അല്ലെങ്കിൽ കുരുമുളകും ചേർത്ത് അരയ്ക്കുക. 1 സ്പൂൺ തേനിൽ ഈ മിശ്രിതം ചേർത്ത് ദിവസം 2-3 തവണ കഴിക്കുന്നത് കഫക്കെട്ടും ജലദോഷവും കുറയ്ക്കാൻ സഹായിക്കും. തുളസി ഇല വെള്ളത്തിൽ തിളപ്പിച്ച് കഷായമുണ്ടാക്കി കുടിക്കുന്നത് പനി കുറയ്ക്കാൻ സഹായിക്കും. തുളസി ഇല ചേർത്ത ചായ സ്ഥിരമായി കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും. അടുത്തതായി നമ്മുടെ വീട്ടുപരിസരത്ത് എളുപ്പത്തിൽ വളരുന്ന അത്ഭുതമായ ഒരു സസ്യമാണ് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ജെൽ ചർമ്മ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ്. ഇതിന് തണുപ്പിക്കാനുള്ള ശേഷിയുണ്ട്. കൂടാതെ മുറിവുകൾ, പൊള്ളലുകൾ, സൂര്യതാപം എന്നിവയ്ക്ക് മികച്ച പ്രതിവിധിയാണ്. ദഹന പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. ചർമ്മത്തിലുണ്ടാകുന്ന പൊള്ളലിനും മുറിവിനും കറ്റാർവാഴയുടെ ഒരു തണ്ട് മുറിച്ച് അതിന്റെ പുറംതൊലി നീക്കം ചെയ്യുക. അകത്തെ കട്ടിയുള്ള ജെൽ നന്നായി കഴുകിയെടുത്ത ശേഷം മുറിവിലോ പൊള്ളലേറ്റ ഭാഗത്തോ നേരിട്ട് പുരട്ടാം. ഇത് വേദനയും നീറ്റലും കുറയ്ക്കും. കൂടാതെ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും ഇത് സഹായിക്കും. കറ്റാർവാഴയുടെ ജെൽ ചെറിയ അളവിലെടുത്ത് ശുദ്ധമായ തേൻ ചേർത്ത് കഴിക്കുന്നത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും. കറ്റാർവാഴയുടെ ജെൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് താരൻ മാറ്റാനും മുടിക്ക് തിളക്കം നൽകാനും സഹായിക്കും. പനിക്കൂർക്ക. വീടുകളിൽ കുട്ടികളുള്ളവർ തീർച്ചയായും നട്ടുവളർത്തേണ്ട ഒന്നാണ് പനിക്കൂർക്ക. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പനി, ജലദോഷം, തൊണ്ടവേദന, കുട്ടികളിലെ കഫക്കെട്ട് എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ഒറ്റമൂലിയാണ് പനിക്കൂർക്ക. ഇതിന്റെ ഇലകൾക്ക് ശക്തമായ സുഗന്ധമുണ്ട്. ജലദോഷവും കഫക്കെട്ടും 3-4 പനിക്കൂർക്കയുടെ ഇലകളെടുത്ത് ചെറുതായി വാട്ടി അതിന്റെ നീര് പിഴിഞ്ഞെടുക്കുക. ഈ നീര് 1 സ്പൂൺ തേൻ ചേർത്ത് കുട്ടികൾക്ക് നൽകുന്നത് കഫക്കെട്ടും ജലദോഷവും മാറാൻ നല്ലതാണ്. നന്നായി വൃത്തിയാക്കിയ പനിക്കൂർക്കയുടെ ഇലകൾ തിളച്ച വെള്ളത്തിലിട്ട് ആവി പിടിക്കുന്നത് മൂക്കടപ്പ് മാറാൻ സഹായിക്കും. ഇതിന്റെ ഇല ചതച്ച് നീരെടുത്ത് പുരട്ടുന്നത് ചെറിയ പ്രാണികളുടെ കടിയേറ്റാൽ ഉണ്ടാകുന്ന നീറ്റലും ചൊറിച്ചിലും കുറയ്ക്കാൻ നല്ലതാണ്. ബ്രഹ്മി. നമ്മുടെ മനസ്സിനും തലച്ചോറിനും ഉത്തമമായ ഒരു സസ്യമാണ് ബ്രഹ്മി. ബ്രഹ്മി പ്രധാനമായും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ഓർമ്മശക്തിയെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഔഷധമാണ്. ബ്രഹ്മിയുടെ ഇലകൾ അരച്ച നീരെടുത്ത് പശുവിൻ നെയ്യിൽ ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുന്നത് ഓർമ്മശക്തിക്ക് നല്ലതാണ്. ബ്രഹ്മി അരച്ച് പാലിൽ ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും. അടുത്തത് ആര്യവേപ്പാണ്. ആര്യവേപ്പ് ഒരു പ്രകൃതിദത്തമായ ആന്റിബയോട്ടിക് ആയാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ചർമ്മരോഗങ്ങൾ, മുറിവുകൾ, പല്ലിന്റെ സംരക്ഷണം എന്നിവയ്ക്ക് വേപ്പ് വളരെ ഫലപ്രദമാണ്. ചർമ്മരോഗങ്ങൾക്ക് വേപ്പില മഞ്ഞളും ചേർത്ത് അരച്ച് ചൊറിച്ചിൽ, ചെറിയ അലർജികൾ, മുഖക്കുരു എന്നിവയുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. വേപ്പിലയും മഞ്ഞളും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മത്തിലെ അണുബാധകൾ തടയാൻ സഹായിക്കും. വേപ്പിന്റെ തണ്ട് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് ദന്തരോഗങ്ങൾ അകറ്റാൻ ഉത്തമമാണ്. ഈ ഒറ്റമൂലികളെല്ലാം തന്നെ ലളിതവും ഫലപ്രദവുമാണ്. എന്നാൽ ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം തേടാൻ മടിക്കരുത്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.